ഫഹദ് ഫാസിൽ തനിക്ക് ADHD ഉണ്ട്, അത് ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ഇത്രയും ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ്, ഇത്രയും ഡിസ്റ്റൻസിങ് വരുന്നു? അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റേസിംഗ് തോട്ട്സ് അവരുടെ തലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവർ സ്റ്റക്ക് ആവുക അല്ലെങ്കിൽ സോൺഡ് ഔട്ട് ആവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പലരും പറയാറുണ്ട്. ജെൻ സി കുട്ടികൾ വരെ പാരന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻ ആൽഫക്കാരെയാണ് ഇവർ പാരന്റ് ചെയ്യുന്നത്. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്. നമ്മളെങ്ങനെ കൈ കഴുകുന്നത്, മുഖം കഴുകുന്നത് ഇങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. നമ്മൾ റേസ് ചെയ്യുവാണ്. എങ്ങോട്ടാ പോകുന്നത്, എന്താ എത്ര ധൃതി? ഒരു അഡോളസെന്റ് ലെവൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആങ്കർ, ഇറിറ്റേഷൻ, ടാൻഡ്രംസ്, മടി എന്ന രീതിയിലാണ് കൂടുതലും നമ്മൾ അതിനെ ലേബൽ ചെയ്യപ്പെടുന്നത്. ഓഫ് സ്ട്രെസ്, അവർക്ക് വരുന്ന റിലേഷൻഷിപ്പിന്റെ ഡിമാൻഡ്സ്, പാരന്റിങ്, കുട്ടിയും പാരന്റും ഒരുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓപ്പോസിറ്റ് ആയ ഒരു ഹൈപ്പർ ഫോക്കസ് അവസ്ഥയിലേക്കും അവർ പോവാറുണ്ട്. ആ 12-ാം തീയതി വരെ ഇത് തൊടാൻ അവർക്ക് പറ്റില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള വ്യക്തികളുണ്ട്. ഹൈലി ഫങ്ഷനിങ് ആയിട്ടുള്ള ആളുകൾക്ക് ADHD ഡയഗ്നോസിസ് കിട്ടാറുണ്ട്. മീഡിയ പ്രൊഫഷണൽസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, ചിലപ്പോൾ സോൺഡ് ഔട്ട് ആയി, ആബ്സെന്റ് മൈൻഡഡ് ആയി ആ ടാസ്ക് കുറേ നേരം പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ജെൻസിക്ക് കോമൺ ആയിട്ടുള്ള കുറേ ട്രേറ്റ്സ് ഉണ്ട്, മില്ലേനിയൽസ് കോമൺ ആയിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ജനറേഷൻ ഈ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പാരൻസ് ഈ കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ ഇവർ വേഗം ബേൺ ഔട്ട് ആവും. അതായത് ഓൾറെഡി അറ്റൻഷൻ കൺസേൺസ് ഉള്ള ഒരാൾക്ക് പല ഫുഡ് അഡിക്റ്റീവ്സും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഈ മൊമെന്റിലല്ലല്ലോ എപ്പോഴും നമുക്ക് അടുത്ത ചെയ്യാനുള്ള എല്ലാവരും തന്നെ. ടൈം മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ വരാം, റുട്ടീനിൽ പ്രശ്നങ്ങൾ വരാം. നമ്മൾ എന്താ ഇത് ലേബൽ ചെയ്യുക? നമ്മൾ ശരിക്കും മടിയായിട്ടാണ് ഇതിനെ ലേബൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റി ആയിരിക്കും നമ്മൾ ആ സിറ്റുവേഷനിൽ ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ ഒരു ഗിൽറ്റിലേക്കും ഷെയിമിലേക്കും റിജക്ഷനിലേക്കും ഓവർ ക്രിറ്റിസിസം ഒക്കെ വരുമ്പം അവർ തന്നെ അങ്ങ് ക്വയറ്റ് ആയി പോകുന്ന, ഇവർക്കിത് മനസ്സിലായെങ്കിൽ, അതായത് എനിക്ക് ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പലരും ഈ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ കാറ്റഗറിയിലുള്ള കുട്ടികൾ വന്ന് നമ്മളിത് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം റിജക്ഷൻ, സെൻസിറ്റീവ് ഡിസ്ഫോറിയ പോലുള്ള അവസ്ഥ ADHD വരാറുണ്ട്. അപ്പൊ ADHD എപ്പോ മാറും? അത് മാറുമോ അതോ ഞാൻ ഇങ്ങനെയാണ്? നിങ്ങളുടെ ADHD സിംറ്റംസ് വർസനായതാവാം. എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രശ്നമാണോ, ഈ വെർച്വൽ യുഗത്തിലാണോ എനിക്ക് ADHD വന്നതെന്ന്. അവരുടെ പഠനത്തെയും ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെയും ടൈം മാനേജ്മെന്റിനെയും അവരുടെ റുട്ടീനെയും അഫക്റ്റ് ആകാത്ത രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളെല്ലാവരും വൺ ഓർ ദ അതർ വേ അറ്റൻഷൻ സ്പാൻ ഡെഫിസിറ്റ് ഉള്ള ആളുകളായി മാറി ഒരു ചെറിയ റിജക്ഷൻ പോലും താങ്ങാൻ പറ്റാത്ത, ഒരു ക്രിറ്റിസിസം പോലും താങ്ങാൻ പറ്റാത്ത ആളുകൾ അഡൽട്ട് ADHD എന്ന് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും അങ്ങനെ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ADHD ഡയഗ്നോസിസ് എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് തീരുന്ന ഒരു ഡയഗ്നോസിസ് ഷെഡ്യൂൾ അല്ല. ഫഹദ് ഫാസിൽ തനിക്ക് ADHD ഉണ്ട്, അത് ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളും കൂടുതലായി ഈ ഒരു കണ്ടീഷനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ശരിക്കും എന്താണ് ADHD, എന്തുമാത്രമാണ് ഒരു വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ടു ADHD നമുക്കിന്ന് സംസാരിക്കാം. നമസ്കാരം, വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ്. എൻ്റെ പേര് ഫെറിൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അശ്വതിയാണ്. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ADHD എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ഒരു കണ്ടീഷനാണ്. എന്താണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്? ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ADHD എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഫഹദ് ഫാസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയാലും ശരി, പാരൻസ് വന്ന് ചോദിക്കുന്ന രീതിയാണെങ്കിലും ശരി, കുട്ടികളിൽ നമ്മളിപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി, പൊരുപൊരിപ്പ്, ഒരു ഇമ്പൾസിവിറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് ഇതൊരു മുഴുനീളം ടെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ADHD ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ്. അതായത് നമ്മുടെ ബ്രെയിൻ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ എന്തോ ഒരു ഡിഫറൻസ് ADHD-ലുണ്ട്. ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ADHD ഓരോ രീതിയിലായിരിക്കും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. ഇപ്പോൾ ചൈൽഡ്ഹുഡിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊരുപൊരിപ്പ്, ഒരു അഡോളസെന്റ് ലെവൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആങ്കർ, ഇറിറ്റേഷൻ, ടാൻഡ്രംസ്, മടി എന്ന രീതിയിലാണ് കൂടുതലും നമ്മൾ അതിനെ ലേബൽ ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേജിലേക്ക് എത്തി, ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, അവർക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവുക, ഇമ്പൾസീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, റെസ്റ്റ്ലെസ്നെസ് വരിക, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, ഇതിലെല്ലാം ADHD ഉള്ള ഒരാൾക്ക് ഡിഫിക്കൽട്ടീസ് കാണാറുണ്ട്. യെസ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതോടെ നമുക്ക് മനസ്സിലാക്കാം ഏത് ഏജിലുള്ള ആൾക്കും ഈ ഒരു കണ്ടീഷൻ വരാം എന്നുള്ളത്.
അത് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി? ഇപ്പം ഈ പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിന് ADHD ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഉണ്ടോ എന്ന് തോന്നുന്നത്. ഒരു പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം, അവർ അതിലൂടെ ആയിരിക്കും പോകുന്നത്. എന്തെങ്കിലും തരത്തിൽ സിംറ്റമാറ്റിക് ആണ്. ഇപ്പോൾ കുട്ടികളെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, അടങ്ങിയിരിക്കൂല, നിർത്തിയെടുത്ത് നിൽക്കൂല, അങ്ങനെയൊക്കെ നമുക്ക് പരിഗണിക്കാം. ബട്ട് ഒരു അഡൽട്ട് ADHD എങ്ങനെയാണ് നമുക്കൊന്ന് ചുറ്റുമുള്ളവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡൾട്ടിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഫഹദ് ഫാസിൽ വന്ന് പറഞ്ഞു എനിക്ക് ADHD ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ നോക്കുമ്പോൾ ഹി അപ്പിയേഴ്സ് ടു ബി മാച്യൂർ, ഹി ഡസൻ ഹാവ് ദറ്റ് ഫീച്ചേഴ്സ് എന്നൊക്കെ ഇപ്പോൾ ഫെറിൻ ചോദിച്ചതുപോലെ നമുക്ക് തോന്നാറുണ്ട്. ഒരു 12 വയസ്സിനുള്ളിൽ തന്നെ ഇവർക്ക് ലേബൽ കിട്ടാറുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളൊരു ലേബൽ കിട്ടാറുണ്ട്. ക്ലാസ്സിൽ ചിലപ്പോൾ വെച്ചെടുത്ത് ഇരിക്കാത്ത കുട്ടിയായിരിക്കും, ചിലപ്പോൾ ഹോംവർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാൻ, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠന ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് മനസ്സിലാവും. ആസ് അഡൾട്ട്ഹുഡിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും ഇവരുടെ ഡിമാൻഡ്സ് കൂടി, അവരുടെ ജോബ് സ്ട്രെസ്സ്, അവർക്ക് വരുന്ന റിലേഷൻഷിപ്പിൻ്റെ ഡിമാൻഡ്സ്, പാരൻറ്റിങ്, കുട്ടിയും പാരൻറ്റും ഒരുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനത്തെ അവർക്ക് ആ ലേബലിംഗ് കിട്ടിക്കഴിഞ്ഞ്, അതായത് അവർക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടിയ ലേബലിംഗ് കൊണ്ട് അവർ അഡൾട്ട്ഹുഡിലേക്ക് എത്തുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ അവർ പാകപ്പെട്ടിരിക്കും. പക്ഷേ അഡൾട്ട്ഹുഡിലാണ് അവർക്ക് ഈ ഒരു ADHD ഡയഗ്നോസ് തിരിച്ചറിയപ്പെടുന്നതെങ്കിലോ അതും പല രീതിയിലുള്ള ഡിമാൻഡ്സ് കൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നതെങ്കിലോ. അപ്പം ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇവർക്കൊരു ഡിമാൻഡ്സ് കൂടുമ്പോഴാണ് ഇവരുടെ സിംറ്റംസ് കൂടുതലും വ്യക്തമായി വരുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് പലപ്പോഴും റെസ്റ്റ്ലെസ്നെസ് വരാം, ഇവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം, പ്രോക്രാസ്റ്റിനേഷൻ വരാം, അവരുടെ ആക്ടിവിറ്റീസ്, ടൈം മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ വരാം, റുട്ടീനിൽ പ്രശ്നങ്ങൾ വരാം. നമ്മൾ എന്താ ഇത് ലേബൽ ചെയ്യുക? നമ്മൾ ശരിക്കും മടിയായിട്ടാണ് ഇതിനെ ലേബൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റി ആയിരിക്കും നമ്മൾ ആ സിറ്റുവേഷനിൽ ചലഞ്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ADHD എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, അതായത് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, മെമ്മറി, നമ്മുടെ ചിന്തകൾ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലാണ് പ്രോബ്ലംസ് വരുന്നത്. അതായത് നമുക്ക് വർക്കിംഗ് മെമ്മറിയിൽ പ്രശ്നങ്ങൾ വരുന്നു, നമുക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഒന്ന് തുടങ്ങി കിട്ടാൻ, ചിലപ്പോൾ ആ മെൻ്റൽ ബ്ലോക്ക് അതിഭീകരമായിട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കാം അവർക്ക് ആ മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതേ ഓപ്പോസിറ്റായ ഒരു ഹൈപ്പർ ഫോക്കസ് അവസ്ഥയിലേക്കും അവർ പോവാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കായി പോവുക. ഏതാണ് കോമൺ ആയിട്ട് വരാറ്? അതായത് ഇപ്പോൾ ഒന്നിനും ശ്രദ്ധ കിട്ടാത്ത ഒരവസ്ഥയാണോ, അതോ എന്തെങ്കിലും ഒരു കാര്യത്തിലിരുന്ന് അവിടെ അതിലിരിക്കുക, അങ്ങനെയാണോ? ഈ രണ്ട് എന്താ പറയുക, ഈ എൻറ്റിറ്റീസും എക്സ്ട്രീംസും വരാറുണ്ട്. അതായത് ചിലർ വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ നാളത്തെ പ്രോജക്റ്റ് അവർക്ക് കൊടുക്കേണ്ട ഡെഡ് ലൈനായി. അപ്പോൾ അവരിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് 12-ാം തീയതി 12 മണിക്ക് ഞാൻ ഈ മീറ്റിങ്ങിൽ ഇത് പ്രസൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ഫങ്ഷൻ ചെയ്ത് ആ 12-ാം തീയതി വരെ ഇത് തൊടാൻ അവർക്ക് പറ്റില്ല. ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള വ്യക്തികളുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ലേബൽ കിട്ടിക്കഴിയുമ്പം നമ്മുടെ അടുത്ത് അവർ പറയുന്നത് ആശ്വാസമായിട്ടാണ്, സമാധാനം, എനിക്ക് മനസ്സിലായല്ലോ, എൻ്റെ ബ്രെയിൻ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതിയുടെ ഡിഫറൻസ് കൊണ്ടാണല്ലോ എന്ന് പലപ്പോഴും അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ നമ്മൾ ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ഹൈലി ഫങ്ഷനിങ് ആയിട്ടുള്ള ആളുകൾക്ക് ADHD ഡയഗ്നോസിസ് കിട്ടാറുണ്ട്. മീഡിയ പ്രൊഫഷണൽസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, അവർക്ക് ശരിക്കും ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ട് മണിക്കൂറുകളോളം ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റും. ക്ലിനിക്കൽ സെറ്റിങ്ങിൽ കൂടുതലും നമുക്ക് ഈ രണ്ടാമത്തെ വിഭാഗം ആളുകളെയാണ് ഇപ്പോൾ കൂടുതൽ കിട്ടുന്നത്. അതായത് ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ടാസ്കിൽ തന്നെ അവർ ആ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? തുടങ്ങാനുള്ള മെൻ്റൽ ബ്ലോക്ക് അവർക്കും കൂടുതലാണ്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോവാറുമുണ്ട്. ഇപ്പൊ പലപ്പോഴും ഈ ADHD ഉണ്ടാവണം എന്നില്ല, ഇപ്പൊ കോമൺ ആളുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഒരു 30 സെക്കൻഡിനപ്പുറം അല്ലെങ്കിൽ ഒരു റീൽ ദൈർഘ്യത്തിനപ്പുറം കാണാനുള്ള ക്ഷമയില്ല. ഇത് ADHD ഒരു ചെറിയ തോതിൽ നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണോ, അതോ ഇത് ഡിജിറ്റൽ പ്രശ്നമാണോ? എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രശ്നമാണോ, ഈ വെർച്വൽ യുഗത്തിലാണോ എനിക്ക് ADHD വന്നതെന്ന്.
അപ്പം ഞാൻ അവരോട് തിരുത്താറുണ്ട്, ഈ ഡിജിറ്റൽ വേൾഡ് കാരണം നിങ്ങളുടെ ADHD സിംറ്റംസ് വർസനായതാവാം. ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഫെറൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ പല ടാബ് ഓപ്പൺ ആണ്. നമ്മുടെ ഫോൺ ഒന്ന് നോക്കി അറിയാം, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, സ്വിഗ്ഗി, പല ടാബ് ഓപ്പൺ ആണ്. ഈ ടാബ് സ്വിച്ചിങ് നമ്മളിൽ സംഭവിക്കാറുണ്ട്. ഒരു 10 നോട്ടിഫിക്കേഷൻസ് എങ്കിലും നമ്മുടെ ഫോണിൽ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൂം സ്ക്രോളിംഗ് ഉണ്ട്. ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും വൺ ഓർ ദ അതർ വേ അറ്റൻഷൻ സ്പാൻ ഡെഫിസിറ്റ് ഉള്ള ആളുകളായി മാറി. ADHD ഉള്ള ഒരാൾക്കോ അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റിനോടൊപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ പൊതു അവസ്ഥ, അതായത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന അവരുടെ സിംറ്റംസിനെ വേഴ്സൺ ചെയ്യാം. അല്ലാണ്ട് അത് കാരണം ADHD വരുന്നെന്നോ ലോകം മുഴുവനുള്ള ആളുകൾക്കും എല്ലാവർക്കും എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ലേബൽ ചെയ്യാനോ ഡയഗ്നൈസ് ചെയ്യാനോ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു റിലേഷൻഷിപ്സിനെ ബാധിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ മുമ്പേ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, അതായത് മെസ്സേജ് റിപ്ലൈ അയക്കണമെന്ന് വിചാരിക്കും, പിന്നെ അതങ്ങ് വിട്ടുപോകും, അല്ലെങ്കിൽ വിളിക്കണം എന്ന് വിചാരിക്കും, പിന്നെ അങ്ങ് വിട്ടുപോകും. അങ്ങനെ വളരെ കാഷ്വലായിട്ടാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് ഒരു ADHD ഉള്ള ഒരു വ്യക്തിയുടെ ബന്ധങ്ങളെ അത് ബാധിക്കുന്നത്? വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ചോദ്യമാണത്. പലരും ഇപ്പം കപ്പിൾ സെഷന് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇവരുടെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ഇത്രയും ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ്, ഇത്രയും ഡിസ്റ്റൻസിങ് വരുന്നു? ഇവരുടെ രണ്ടുപേരുടെയും ട്രെയ്റ്റ്സ് എങ്ങനെയാണ്? കംപ്ലയിൻസ് വളരെ കൂടുതലാണ്. ഒരു പാർട്ട്ണർ ADHD ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടുന്നു എങ്കിൽ ഒരു അഡൾട്ട് ADHD പാറ്റേണിലേക്ക് വരുമ്പം കംപ്ലയിൻസ് കൂടുതലാണ്. കാരണം പലപ്പോഴും ഇവർ ഫോർഗെറ്റ്ഫുൾ ആണ്, ഇവർ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇമോഷണലി ഇവർ എന്തുകൊണ്ട് അൺഅവൈലബിൾ ആവുന്നു? ഇവർക്ക് എന്നെ മനസ്സിലാവാഞ്ഞിട്ടാണോ? അങ്ങനെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കോ അവർക്ക് ഈ പറഞ്ഞതുപോലെ കംപ്ലയിൻസ് ഒരു പരിധി വരെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു ഉൾബോധമുണ്ട്. പിന്നെ ഒരു ഗിൽറ്റിലേക്കും ഷെയിമിലേക്കും റിജക്ഷനിലേക്കും ഓവർ ക്രിറ്റിസിസം ഒക്കെ വരുമ്പം അവർ തന്നെ അങ്ങ് ക്വയറ്റ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് എപ്പോഴും അഡൾട്ട് ADHD റിലേഷൻഷിപ്പിൽ വരുമ്പം ഉണ്ടാവാറുണ്ട്. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സഫർ ചെയ്യുന്നത് ആ ഒരു ADHD ഡയഗ്നോസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണോ അതോ പാർട്ട്ണറാണോ? ആ ചോദ്യം ശരിക്കും ഒരു ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. അതായത് ഇവർക്കിത് മനസ്സിലായെങ്കിൽ, അതായത് എനിക്ക് ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അപ്പം കുറച്ചുകൂടിയും സൈക്കോ എഡ്യൂക്കേറ്റഡ് ആണ് അവരെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ പാർട്ട്ണറിനും കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇതിലൊരു മെയിൻ തിങ്, ഇപ്പം നമ്മൾ പലരും ഈ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ കാറ്റഗറിയിലുള്ള കുട്ടികൾ വന്ന് നമ്മളത് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ഈ റിജക്ഷൻ സെൻസിറ്റീവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, റിജക്ഷൻ സെൻസിറ്റീവ് ഡിസ്ഫോറിയ പോലുള്ള അവസ്ഥ ADHD വരാറുണ്ട്. അതായത് വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഒരു ചെറിയ റിജക്ഷൻ പോലും താങ്ങാൻ പറ്റാത്ത, ഒരു ക്രിറ്റിസിസം പോലും താങ്ങാൻ പറ്റാത്ത ആളുകൾ അഡൾട്ട് ADHD എന്ന് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും അങ്ങനെ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ വൺസ് ഒരു വ്യക്തി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്, ഇപ്പോൾ നമുക്കൊരു പനി വരുന്ന പോലെ, അല്ലെങ്കിൽ ഈവൻ ഡിപ്രഷന് നമുക്കിങ്ങനെ കൗൺസിലിംഗ് എന്നൊക്കെ കേട്ട്, അപ്പോൾ ADHD എപ്പോൾ മാറും? അത് മാറുമോ അതോ ഞാൻ ഇങ്ങനെയാണ് എന്ന മോഡിൽ? അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ എന്നതിനെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? എവിടെയോ ഒരു ഡിസോർഡർ അല്ലേ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ എവിടെയോ എൻ്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന രീതിയുടെ ഒരു വ്യത്യാസമാണെന്നല്ലേ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു അക്സെപ്റ്റൻസ് വെച്ചുകൊണ്ടല്ലേ നമ്മൾ ആ ഒരു കുട്ടീനെ ആയാലും ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ചെറുപ്പത്തില് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് മാറുമെന്ന് ചോദിച്ചിട്ട് അവരുടെ പഠനത്തെയും ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെയും ടൈം മാനേജ്മെന്റിനെയും അവരുടെ റുട്ടീനെയും അഫക്റ്റ് ആകാത്ത രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അതിനെ മാറുമോ എന്ന ചോദ്യത്തെ നമ്മൾ ഉത്തരം നൽകേണ്ടത്. ഇപ്പോൾ ഡോക്ടർ ADHD ഡോക്ടർ പറഞ്ഞു തന്നു ബ്രെയിനിലുള്ള ഒരു ഡിസോർഡർ ആണ്, അതല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിഫറൻസ് ആണ്. ദാറ്റ് ഇസ് സംതിങ് ഹാപ്പനിങ് ഇൻസൈഡ്. പുറമേ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ് ഈ ഒരു ADHD എന്ന് പറയുന്ന കണ്ടീഷൻ്റെ? അതായത് ഫിസിക്കലി ADHD എങ്ങനെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഫിസിക്കലി ഒരാളെ ADHD എങ്ങനെ ബാധിക്കും, ആ രണ്ട് ചോദ്യങ്ങളും ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ചിലപ്പം എല്ലാ തവണയും ADHD ഈ കാല് ഇങ്ങനെ അനക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുക, റെസ്റ്റ്ലെസ് ആവുക, അതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ADHD എന്ന് പറയുന്നത് ഉള്ളിലൊരു റേസിംഗ് തോട്ട്സ് ആയിരിക്കാം.
അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റേസിംഗ് തോട്ട്സ് അവരുടെ തലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയും ആവാം. അതുപോലെ തന്നെ ഫിസിക്കലി ഇങ്ങനത്തെ സിംറ്റംസ് വരുമ്പോൾ ഇവർ സ്റ്റക്ക് ആവുക അല്ലെങ്കിൽ സോൺഡ് ഔട്ട് ആവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പലരും പറയാറുണ്ട്. ആബ്സെന്റ് മൈൻഡഡ് ആവുക എന്നുള്ളൊരു അവസ്ഥ പറയാറുണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് പറയാറുണ്ട്. ക്രോണിക് ഫാറ്റീഗ് പറയാറുണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസസിന്റെ ഭാഗമായി വരുന്ന ഫാറ്റീഗ് പറയാറുണ്ട്. ഓൾവേസ് ഓൺ ദ ഗോ, എന്തോ ചെയ്യാനുണ്ട്, ഇത് ചെയ്ത് തീർക്കണം, ആ ഒരു തോട്ട് പ്രോസസ്സ് അവർക്ക് വരാറുണ്ട്. മൊത്തത്തിലൊരു സ്വൈര്യക്കേട് അവർക്ക് വരാറുണ്ട്. ഡയഗ്നോസിസിന് ശേഷം ഒരു ലേബലിംഗ് അല്ല, ഒരു ലേബലിംഗ് അല്ലെങ്കിൽ പോലും ഒരു ഡയഗ്നോസിസ് കിട്ടുന്ന പലരും ആദ്യം പറയുന്ന ഒരു കാര്യം ഒരു റിലീഫാണ്. അതായത് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് കണ്ടീഷൻ ഐ ആം ഗോയിങ് ത്രൂ ദിസ്. അല്ലെങ്കിൽ പലപ്പോഴും ഇതിനെ ആൻസൈറ്റി ആയിട്ടും പല ഒരു ബിഹേവിയറൽ കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് ഇതിനെ ലേബൽ ചെയ്യാറുണ്ട്. അതുപോലെ ഫിസിക്കലി പ്രോബ്ലം വരുന്ന ഒരു കാര്യമാണ് പലർക്കും ഈ പറഞ്ഞ സ്ക്രീൻ അഡിക്ഷൻ വരാറുണ്ട്. ഒരു കഫീൻ ഡിപ്പെൻഡൻസ് വരാറുണ്ട്. ഒന്ന് അലേർട്ടായി ഇരിക്കാനായിട്ടൊക്കെ കോഫി കൂടുതൽ കുടിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുമ്പം അവർ കുറച്ചുകൂടിയും ഒരു പിയർ പ്രഷറിൽ അല്ലെങ്കിൽ കുറച്ച് സബ്സ്റ്റൻസ് അബ്യൂസിലേക്കൊക്കെ പോവുക, അങ്ങനത്തെ സിറ്റുവേഷൻസും വരാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ ഭയങ്കര ലൈറ്ററായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഡേ ടു ഡേ ലൈഫ് സങ്കടം വരുമ്പോൾ തന്നെ ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ് എന്നൊക്കെ റീൽസ് വരെ വന്നു തുടങ്ങുന്നുണ്ട്. അതുപോലെ ADHD എന്ന് പറയുന്ന കണ്ടീഷനെ ആൾക്കാർ ലൈറ്ററായിട്ട് എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ അവയർനെസ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടോ? ലൈക്ക് എന്താണ് ഈ കണ്ടീഷൻ, അതുള്ള ആളുകൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രോപ്പർ അവയർനെസ് ഉണ്ടോ? ഇപ്പോൾ പ്രോപ്പർ അവയർനെസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാ മാനസികമായ കണ്ടീഷനോടും ഉള്ള ഒരു സ്റ്റിഗ്മ ADHDയോടും ഉണ്ട് ആളുകൾക്ക്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് പലപ്പോഴും കോർപ്പറേറ്റ് സെറ്റിങ്ങിലേക്കും എംപ്ലോയീസ് നമുക്ക് ക്ലയൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ടൈം മാനേജ്മെന്റിൽ ഇഷ്യൂസ് ഉണ്ട്. നിരന്തരമായിട്ടുള്ള ക്രിറ്റിസിസത്തിന് അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രോക്രാസ്റ്റിനേഷൻ കാരണം അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ബ്രെയിനിന്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ സ്കില്ലൊക്കെ മെസ്ഡപ്പ് ആണ്. അപ്പം ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, മടി എന്ന് ലേബൽ ചെയ്യാനും അല്ലെങ്കിൽ നിനക്ക് ഇതിന് കേപ്പബിൾ അല്ല, അവരുടെ കോമ്പീറ്റൻസിനെ ചലഞ്ച് ചെയ്യാനുമാണ് പലപ്പോഴും നമുക്ക് അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കാണുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന പലരും ഇത് ഗോ ത്രൂ ചെയ്യുന്നവരാണ്. അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവർ മടിയന്മാരാണ്, അലക്ഷ്യന്മാരാണ്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു അവയർനെസ് ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു സംസാരം കേട്ട് കഴിയുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും അയ്യോ എനിക്കും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനും ഇതിലൂടെയൊക്കെ കടന്നു പോവുകയാണല്ലോ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഷുഗർ ആണെങ്കിലും പ്രഷറൊക്കെ ആണെങ്കിലും വെറുതെ പോയി ഡോക്ടറെ ഒന്ന് നോക്ക് എന്ന് പറയാം. ഒരാൾക്ക് സ്വയം തോന്നുകയാണ് എനിക്ക് ADHD ഉണ്ടോ എന്നുള്ളത്, നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ വന്ന് കണ്ട് പറഞ്ഞ് നോക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഏതൊരു മാനസികാവസ്ഥ പോലെ, ഏതൊരു അസുഖം പോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു അസസ്മെന്റ് പ്രോട്ടോകോൾ ADHDക്കും ഉണ്ട്. നോക്കൂ, നമ്മളിപ്പം ഫെറിൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റനെയർ ആൻസർ ചെയ്യുന്നു. നമ്മൾ നെറ്റിൽ കാണുന്ന ഇപ്പോൾ എല്ലാം ഡിജിറ്റലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ക്വസ്റ്റനെയർ ആൻസർ ചെയ്യുമ്പം പല സിംറ്റംസും ഈ ഡൊമൈൻസ് എനിക്കുണ്ടല്ലോ, ഞാൻ റെസ്റ്റ്ലെസ് ആവാറുണ്ട്, അയ്യോ ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്, എനിക്ക് ടൈം മാനേജ്മെന്റിൽ പ്രശ്നമുണ്ട്, എൻ്റെ റുട്ടീൻ എഫക്റ്റഡ് ആണ് എന്ന് കരുതി ചെയ്ത് കഴിഞ്ഞാൽ അത് മെസ്ഡപ്പ് ആണ്. അങ്ങനെ എങ്ങനെയാണ് എല്ലാവർക്കും ആ ഡയഗ്നോസിസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള അസസ്മെന്റ് പ്രോട്ടോകോൾസ് അവൈലബിൾ ആണ്. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട്, അതായത് എങ്ങനെയാണ് എൻ്റെ പാറ്റേൺ അഫക്റ്റഡ് ആവുന്നത്, എനിക്ക് ഏത് ഡൊമൈൻസിലാണ് പ്രശ്നം വരുന്നത്, അങ്ങനെ ഒരു കേസ് ഹിസ്റ്ററി പ്ലസ് ADHD അസസ്മെന്റ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മളിതിനെ ഡയഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ ADHD ഡയഗ്നോസിസ് എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് തീരുന്ന ഒരു ഡയഗ്നോസിസ് ഷെഡ്യൂൾ അല്ല. വ്യക്തമായിട്ട് അവരുടെ ഡെയിലി ലൈഫ് ഷെഡ്യൂൾ വെച്ചിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അത് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. പൊതുവേ എത്ര നാൾ, ഇപ്പോൾ ഒരു ദിവസം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കുകയാണ്, ഒരു ആവറേജ് ഡയഗ്നോസിസ് ടൈം സ്പാൻ, അതായത് ഒരു പേഷ്യൻറ്റ് വന്നല്ലെങ്കിൽ എനിക്ക് ADHD ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തി വന്ന് കാണുന്ന ഡേ 1 മുതൽ പൊതുവെ എത്ര സമയമാണ് എടുക്കാറില്ല? ഡേ 1 ഒരു പേഷ്യൻ്റ് വരികയാണ്, നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് കംപ്ലയിൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതുപോലെ പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി, ഒരു ചൈൽഡ്ഹുഡ്, പേഷ്യൻറ്റിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതിനെല്ലാത്തിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഡേ 1 നമ്മൾ ആ ഹിസ്റ്ററിയും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുക. അന്ന് തന്നെ നമുക്ക് പേഷ്യൻറ്റിന് ഒരു അഡൽട്ട് ADHD ക്വസ്റ്റനെയർ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. ഡേ 2 മുതൽ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയുടെ ബേസിസിൽ പേഷ്യൻറ്റിൻ്റെ അക്കാഡമിക്സ് എങ്ങനെയായിരുന്നു, പേഷ്യൻറ്റിന് ഏതൊക്കെ രീതിയിലാണ്, നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് പേഷ്യൻ്റ് അനുഭവിക്കുന്നുള്ള രീതിയിൽ ഒരു 1-2 സിറ്റിംഗ് കൊണ്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
സോ ഡോക്ടർ, ഇപ്പോൾ വൺസ് ഒരാൾക്ക് ADHD ഡയഗ്നോസ് ചെയ്യുകയാണ്, എന്താണ് അയാളുടെ ലൈഫിൻ്റെ സ്ഥിതി? അത് അവിടെ സ്റ്റക്കാണോ? മുമ്പോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? ലൈക്ക് ADHD എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് പലപ്പോഴും ഒരാൾക്ക് ആശ്വാസമാണ് നൽകുന്നത്. അതായത് ADHD ഉള്ള ആളുകൾ എപ്പോഴും അങ്ങനെ IQ പ്രശ്നമോ ഇൻ്റലിജൻസിൽ ട്രബിൾസോ ഒന്നും ഉള്ള ഒരാളല്ല. ചില ഇൻഡിവിജ്വൽസ് ഹൈലി ക്രിയേറ്റീവാണ്, ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, ഹൈലി ഫങ്ഷനിങ് ആണ്, അവർ എനർജറ്റിക്കുമാണ്. അപ്പം വളരെയധികം മീഡിയ പ്രൊഫഷണൽസിൽ, ക്രിയേറ്റീവ് പ്രൊഫഷണൽസിലൊക്കെ ശോഭിക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അവർ ഹൈപ്പർ ഫോക്കസ് ആണ്. ഹൈപ്പർ ഫോക്കസ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിൽ ഒരുപാട് മുഴുകി പോവാറുണ്ട്. പോസിറ്റീവും ആണ്, നെഗറ്റീവും ആണ്. അപ്പോൾ ഹൈപ്പർ ഫോക്കസ്ഡ് ആയി ചിലപ്പോൾ സോൺഡ് ഔട്ട് ആയി, ആബ്സെൻറ്റ് മൈൻഡഡ് ആയി ആ ടാസ്ക് കുറേ നേരം പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവർ അനുഭവിക്കുന്ന ഒരു ഹിഡൻ സ്ട്രഗിൾ ഉണ്ട്. പലപ്പോഴും ഒരു ഇമോഷണൽ എക്സ്ഹോഷൻ അല്ലെങ്കിൽ ബേൺ ഔട്ട് ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പെർഫെക്ഷന് വേണ്ടി ആ ടാസ്ക് തന്നെ ഒരുപാട് നേരം ചെയ്തു വരുമ്പം അവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവരുടെ ബ്രെയിൻ ആ സമയത്ത് കടന്നു പോകുന്നത് ഒരു കയോട്ടിക് പാറ്റേണിലാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമ്മൾ വൺസ് ആ ഒരു വ്യക്തിക്ക് ADHD ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഇപ്പോൾ സോ കോൾഡ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൈക്കോ എഡ്യൂക്കേഷൻ ഫോർ ദ പേഷ്യൻറ്റ് ആൻഡ് ഫോർ ദ ഫാമിലി. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, എനിക്ക് ADHD ആണ്, എനിക്ക് ലേബൽ കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് എന്തും ആവാം. ഇപ്പം അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ വരുമ്പം ചില കുട്ടികൾ നമ്മുടെ അടുത്ത് റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ട് വരാറുണ്ട്, ADHD അസസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ വളരെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം ഒന്നും ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫേക്ക് ചെയ്യാനും പറ്റില്ല. ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ശരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ ആവണം. അപ്പോൾ സൈക്കോ എഡ്യൂക്കേഷൻ ഫോർ ഫാമിലിയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ബിഹേവിയർ തെറപ്പി നമ്മൾ കൊടുക്കാറുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയൊക്കെ ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലൈക്ക് ADHD അവരുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനും അതുപോലെ അവരുടെ ഇമ്പൾസിവിറ്റി കുറയ്ക്കാനും കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാനും പറ്റും. മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറപ്പി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാറുണ്ട്. ഇവർക്ക് സ്ക്രീൻ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് DLA മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അവരുടെ ടൈം മാനേജ്മെൻറ്റ്, സ്ലീപ്പ് വേക്ക് സൈക്കിൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ നമുക്ക് മരുന്നുകളുടെ ആവശ്യമുണ്ട്, മെഡിക്കേഷൻ ആവശ്യമാണ്, വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു കാലത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ജെൻസിക്ക് കോമൺ ആയിട്ടുള്ള കുറേ ട്രേറ്റ്സ് ഉണ്ട്, മില്ലേനിയൽസ് കോമൺ ആയിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ജനറേഷൻ ഈ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇപ്പം പാരൻസ് ഒരു ജനറേഷനാണ്, കുട്ടികളൊരു ജനറേഷനാണ്. അപ്പോൾ ഈ ADHD ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഡോക്ടർക്ക് എപ്പോഴും ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നു. ഒരു ഏജ് കഴിയുമ്പോഴാണ് സിംറ്റംസിന് വ്യക്തത വരുന്നത്. അതായത് ഇതായിരുന്നു സിംറ്റം, അല്ലെങ്കിൽ ഈ പ്രഷർ കൊണ്ടാണ് ഞാൻ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെസ് അല്ല അവിടുത്തെ റീസൺ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പാരൻസ് ഈ കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ ഇവർ വേഗം ബേൺ ഔട്ട് ആവും, ഇവർക്ക് ആ ഒരു ഫാറ്റീഗ് വരും, അല്ലെങ്കിൽ ഇവർ റെസ്റ്റ്ലെസ് ആവും. ഇവർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പാരന്റിനും ഇതുപോലുള്ളൊരു ട്രെയ്റ്റ് ഉള്ളൊരു പാരന്റ് ആണെങ്കിലും അവർ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസ് വരും. കുട്ടികൾക്ക് അവർ കൊടുക്കുന്നത്, അതായത് അവരുടെ ആ ഒരു ബിഹേവിയർ ആയിരിക്കാം ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ആയി മാറുന്നത്. പലപ്പോഴും ഈ മില്ലനിയൽ ഇപ്പം പാരന്റ്സ് ആയി കഴിഞ്ഞു, മിക്ക മില്ലനിയൽസ് ഇപ്പോൾ പാരന്റ്സ് ആണ്. എന്തിനേറെ ഒരു ജെൻ സി കുട്ടികൾ വരെ പാരന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻ ആൽഫക്കാരെയാണ് ഇവർ പാരന്റ് ചെയ്യുന്നത്. ജെൻ ആൽഫയിൽ നമ്മൾ പറയുന്നത് പോലെ അവർക്ക് സ്ക്രീനിന് ബൗണ്ടറീസ് വെക്കാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, പിയർ ഇൻഫ്ലുവൻസസ് ഉണ്ട്, അവർ ലൈക്ക് ഇൻവോൾവ് ആയേക്കുന്ന ഗെയിം അല്ലെങ്കിൽ സ്ക്രീൻ ഗെയിംസ് ആയാലും ശരി, പല ഗെയിംസിലും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതായത് പലപ്പോഴും ഇപ്പോൾ ഈ ജെൻ ആൽഫ കുട്ടികൾ ഇൻവോൾവ് ആയേക്കുന്ന ഗെയിംസ് പോലും ഈ മില്ലനിയൽ പാരൻസും അല്ലെങ്കിൽ ജെൻസി പാരൻസും കളിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പൊ ആ പറഞ്ഞതുപോലെ ജനറേഷൻ ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജനറേഷൻ പറയുമ്പം എനിക്ക് തോന്നുന്നു കൂടുതലായി പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഹാബിറ്റ്സ്. അതായത് ലേറ്റ് നൈറ്റ് ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സും ഒരു ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റ്സും കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി അറ്റൻഷൻ കൺസേൺസ് ഉള്ള ഒരാൾക്ക് പല ഫുഡ് അഡിക്റ്റീവ്സും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഒരു ഗ്ലൂട്ടൈൻ കൺസേൺസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ജനറേഷനെ പറ്റി പറയുവാണെങ്കിൽ അതും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എന്താ പറയുക, അതിനൊരു കറക്റ്റ് ടേം എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് നമ്മൾ ഈ
മൊമെന്റിലല്ലല്ലോ എപ്പോഴും നമുക്ക് അടുത്ത ചെയ്യാനുള്ള എല്ലാവരും തന്നെ 10 പേര് എടുക്കുകയാണെങ്കിൽ 9 പേരും അങ്ങനെ തന്നെയാണ്. അടുത്ത മൊമെന്റിൽ എന്താണ് ചെയ്യാനുള്ളത്, നാളെ എന്താണ് ചെയ്യാനുള്ളത്, അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ ലൈഫ് ഫാസ്റ്റായി പോകുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് കൂടാനോ. അതായത് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചു, നമ്മളെല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. നമ്മളെങ്ങനെ കൈ കഴുകുന്നു, മുഖം കഴുകുന്നത് എങ്ങനെ, ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. നമ്മൾ റേസ് ചെയ്യുവാണ്, എങ്ങോട്ടാ പോകുന്നത്, എന്താ എത്ര ധൃതി. അതായത് ഇത് തീർത്തിട്ട് ഇപ്പൊ ഫെറിൻ സൂചിപ്പിച്ച ഒരു വാക്കെന്ന് പറയുന്നത് നമ്മൾ മൈൻഡ്ഫുൾ ആവുന്നില്ല എന്നുള്ളതാണ്. വി ആർ നോട്ട് അറ്റ് പ്രസന്റ് ഓർ ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നതാണ്. റേസിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റേസ് ചെയ്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, ഡെസ്റ്റിനേഷൻ അറിയില്ല, എങ്ങോട്ടോ നമ്മൾ പോകാനുള്ളൊരു ധൃതിയിലാണ്. രാവിലെ എഴുന്നേക്കുന്നു, ബെഡൊക്കെ അവിടെ കിടക്കുന്നു, നമ്മൾ പോയി ബ്രഷ് ചെയ്യുന്നു, ഓടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പക്ഷെ അത് അങ്ങനെയല്ല. അവര് ഈ അറ്റൻഷൻ ഡെഫിസിറ്റിനെ കാട്ടിയും ആ പ്ലാനിങ് അല്ലെങ്കിൽ ആ റേസിങ്, അത് ചിലപ്പോൾ ഒരു പരിധി വരെ ഈ ജനറേഷന്റെ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് ADHD ഉണ്ടോ എന്ന് സംശയിക്കുന്നതിനേക്കാളും മുമ്പേ നമ്മളൊന്ന് നമ്മുടെ ലൈഫിനെ അനലൈസ് ചെയ്ത് കുറച്ച് സ്ലോ ഡൗൺ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് മെജോറിറ്റി സിംറ്റംസ് ഒക്കെ ഇല്ലാതാവും. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന അവരോട് പറയാനുള്ളത് റിഗാർഡിങ് ഒരു അവയർനെസ്സിൻ്റെ കാര്യമാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും, ലൈക്ക് എന്താ പറയുക, ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആശ്വസിപ്പിക്കുന്നതിനെ കാട്ടിയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ലേബലിംഗ് അല്ല, അത് മനസ്സിലാക്കുക. ഒരു ഡയഗ്നോസിസ് കൊണ്ട് ഒരു പരിധി വരെ നിങ്ങൾക്കൊരു ആശ്വാസമായിരിക്കും കിട്ടുന്നത്. അതായത് നിങ്ങളൊന്ന് വാലിഡേറ്റ് ചെയ്യുകയാണ്, എൻ്റെ ബ്രെയിൻ വേറൊരു രീതിയിൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലംസ് വരുന്നത്. എൻ്റെ ബ്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആണ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് മുതലുള്ള ഫങ്ഷൻസിനാണ് പ്രോബ്ലംസ് വരുന്നത്. എനിക്ക് വേറൊരു രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ അവസരം ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. മരുന്നും മന്ത്രവും ചികിത്സകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു പ്രൊഫഷണൽ ആളെ കണ്ടെത്തി ഒരു ചികിത്സ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് തീർച്ചയായും സാധിക്കും. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ അശ്വതി. ഇപ്പം ഒരുപാട് പേര് കടന്നു പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെ ഇത് ആരോട് സംസാരിക്കും, എങ്ങനെ സോൾവ് ചെയ്യും എന്നറിയാതെ ഇരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും കാര്യമായി തന്നെ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.